107 ദിവസം നീണ്ടുനിന്ന കടുത്ത യുദ്ധങ്ങൾക്കും അന്താരാഷ്ട്ര പ്രതിസന്ധികൾക്കും വിരാമമിട്ട് ഇറാനും അമേരിക്കയും തമ്മിൽ ചരിത്രപരമായ സമാധാന കരാറിലേക്ക് എത്തിയതോടെ ലോകം സമാധാനത്തിന്റെ പാതയിലേക്ക് നീങ്ങുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അന്തിമ കരാർ വരുന്ന വെള്ളിയാഴ്ച സ്വിറ്റ്സർലാൻഡിൽ വെച്ച് ഔദ്യോഗികമായി ഒപ്പുവെക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. അമേരിക്കയും ഇറാനും ഈ സമാധാന ധാരണ നിലവിൽ വന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആഗോള സമ്പദ് വ്യവസ്ഥയെ വലിയ തോതിൽ പിടിച്ചുലച്ച ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ ഉപരോധവും ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള അമേരിക്കയുടെ നാവിക ഉപരോധവും അവസാനിപ്പിക്കാനുള്ള നടപടികൾ ഇരുപക്ഷവും ഉടൻ തുടങ്ങും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് വെടിനിർത്തൽ പ്രഖ്യാപനവും നാവിക ഉപരോധം അവസാനിപ്പിക്കുന്ന കാര്യവും ആദ്യം ലോകത്തെ അറിയിച്ചത്. ഈ മഹത്തായ കരാർ മേഖലയിലുടനീളം സമാധാനവും സുരക്ഷയും കൊണ്ടുവരുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചപ്പോൾ തങ്ങളുടെ സൈനിക നേട്ടങ്ങളുടെ ഫലമാണ് ഈ കരാർ എന്നാണ് ഇറാന്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ഖാസെം ഖരീബാബാദി അവകാശപ്പെട്ടത്. ഒമാനും പാകിസ്ഥാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പലവട്ടം മധ്യസ്ഥ ചർച്ചകൾ നടത്തിയിട്ടും സംഘർഷം തുടരുന്നതിനിടയിലാണ് ഖത്തർ ഈ നയതന്ത്ര നീക്കത്തിൽ നിർണായക പങ്കുവഹിച്ചത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനിയൻ അമേരിക്കൻ ആക്രമണം നടന്നുകൊണ്ടിരിക്കെ ഉൾപ്പെടെ ഖത്തർ പ്രതിനിധി സംഘം ടെഹ്റാനിലേക്ക് 2 നിർണായക യാത്രകൾ നടത്തിയാണ് ചർച്ചകൾ വിജയകരമാക്കിയത്. എല്ലാ മുന്നണികളിലെയും സൈനിക നടപടികൾ ഉടനടി ശാശ്വതമായി അവസാനിപ്പിക്കാൻ ഈ കരാർ വ്യവസ്ഥ ചെയ്യുന്നതായി മധ്യസ്ഥ രാജ്യമായ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് വ്യക്തമാക്കുകയും ചെയ്തു. ലെബനൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് ഇറാന്റെ പ്രഖ്യാപനം. എന്നാൽ ഈ കരാറിനെ പൂർണ്ണമായി തള്ളിക്കളയുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കെതിരായ ആക്രമണം അവസാനിപ്പിക്കാൻ തയ്യാറല്ലെന്ന സൂചനയാണ് നൽകുന്നത്. ധാരണ പൊളിക്കാനായി അവസാന മണിക്കൂറിലും ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ കടുത്ത ആക്രമണം നടത്തിയെങ്കിലും അത് വകവെക്കാതെയാണ് അമേരിക്കയും ഇറാനും മുന്നോട്ട് പോയത്. കരാർ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഇസ്രായേലിന് മേൽ തിരിച്ച് മറുപടി ആക്രമണം നടത്തുന്നതിൽ നിന്ന് ഇറാൻ അവസാന നിമിഷം പിന്മാറുകയായിരുന്നു. ഇസ്രായേലിനെ പൂർണ്ണമായും അപ്രസക്തമാക്കിക്കൊണ്ട് അമേരിക്ക ഒപ്പുവെച്ച ഈ കരാർ നെതന്യാഹുവിന് വലിയ രാഷ്ട്രീയ ക്ഷീണമായിരിക്കുകയാണ്. ഇതിന്റെ പേരിൽ ഇസ്രായേൽ പ്രതിപക്ഷം അദ്ദേഹത്തിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. നിലവിൽ പിടിച്ചെടുത്ത മേഖലകളിൽ നിന്ന് പിന്മാറില്ലെന്നാണ് ഇസ്രായേലിന്റെ നിലപാട്. അതേസമയം ഇറാന്റെ ദേശീയ താൽപര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തുവെന്നാരോപിച്ച് ഇറാനിലെ തീവ്ര നിലപാടുകാർക്കിടയിലും വലിയ രോഷമുണ്ട്. ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ നയതന്ത്രജ്ഞരെ ചതിയന്മാരെന്നും വഞ്ചകരെന്നും വിളിക്കുന്നത് മര്യാദയല്ലെന്ന് ഇറാൻ പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആഭ്യന്തര എതിർപ്പിന്റെ ആഴം കൂട്ടുന്നതാണ് ഇത്. എങ്കിലും കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം ഇറാന് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. യുദ്ധത്തിൽ തകർന്ന ഇറാന്റെ പുനർനിർമ്മാണത്തിനായി $30,000 കോടി ഫണ്ട് അമേരിക്ക നൽകുമെന്നും നേരത്തെ മരവിപ്പിച്ച $2,500 കോടി ഫണ്ട് തിരികെ നൽകുമെന്നും ഇറാൻ മാധ്യമങ്ങൾ അവകാശപ്പെടുന്നുണ്ട്. ഇതിനൊപ്പം ഇറാന് മേലുള്ള എണ്ണ ഉപരോധവും നീക്കും. ഖത്തർ, കുവൈറ്റ്, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ കരാറിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്തു. വിശാലമായ ഒരു സമാധാന കരാറിലേക്കുള്ള സുപ്രധാന ചുവടുവെപ്പാണിതെന്ന് ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായിച്ചി വിശേഷിപ്പിച്ചു. ലോകം മുഴുവൻ ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന വാർത്തയാണിതെന്നും കരാർ ഒപ്പിടുന്നതിന് മുമ്പുള്ള സമയങ്ങളിൽ പ്രകോപനങ്ങളും അട്ടിമറി ശ്രമങ്ങളും ഒഴിവാക്കാൻ എല്ലാ കക്ഷികളും ജാഗ്രത പാലിക്കണമെന്നും തുർക്കി പ്രസിഡന്റ് രജബ് തയ്യിബ് എർദോഗാൻ എക്സിൽ കുറിച്ചു.